കില്ലാടികളെ ഈഗിൾ ഗെയിമിംഗ് ഒ പി നമ്മളെ ഈഗിളിന്റെ ഒരു വീഡിയോ ചെയ്തതാണ് ഇല്ലാറുള്ളത് എന്താ വെച്ചാൽ ഒരു സൈ എന്ന് വെച്ചാൽ അവൻ അങ്ങനെ തന്നെ വിളിക്കണം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ചിന്തകളൊന്നും ഇല്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നതാണ് ഈ ലോകം അല്ലെങ്കിൽ അവനാണ് ഈ ലോകത്തിലെല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഭയങ്കര എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സെക്ഷൻ അഡിക്റ്റഡ് ആയ ഒരുത്തെ അവൻ എന്തും വിളിച്ചു പറയുക എന്താ വെച്ചാൽ അവൻ പാലക്കാട് നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞു സോ അവൻ ഇവിടെ നിന്ന് പോയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഇരിക്കുന്ന കേസും കാര്യങ്ങളൊക്കെ അവനുണ്ട്. അപ്പോൾ അവന്റെ ഒരു ഇഷ്യൂ ആണ് ഈഗിൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈഗിൾ ഗെയിമിംഗ് മുമ്പ് ഇതുപോലെ ഒരു AI ജനറേറ്റർ എന്ന് വെച്ചാൽ AI ജനറേറ്റ് ചെയ്ത മറ്റേ നോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന കുറേ ഗ്രൂപ്പുകൾ ടെലിഗ്രാമിലുള്ള കുറേ ഗ്രൂപ്പുകൾക്കെതിരെ സൈബറിൽ കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനിലാണ് ഇവൻ ഈഗിൾ ഗെയിമിംഗ് നേരെ പറഞ്ഞത്. ഈഗിൾ കൂടുതൽ അന്വേഷിച്ച് പോയ സമയത്തിലല്ല ഇത് ഗ്രൂപ്പ് നമ്മൾ വിചാരിക്കുന്ന അത്ര ഗ്രൂപ്പ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്ക് 15 വയസ്സുള്ള പിള്ളേർ അല്ലെങ്കിൽ അതിലും താഴെ അണ്ടർ 18 ഉള്ള പിള്ളേരൊക്കെയാണ്. അവന്മാരാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചിന്തയോട് നടക്കുന്നത്. സീരിയസ്ലി ഞാൻ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ നിങ്ങൾ പഠിക്കേണ്ട വയസ്സാണ് മനസ്സിലായി അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതല്ല ജീവിതം അത് മനസ്സിലാക്കി കൊള്ളാൻ കേട്ടുള്ളത് എന്ന് വെച്ചാൽ എനിക്കത് പറയുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത്. അപ്പൊ ഈഗിൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടത് സത്യം പറഞ്ഞാൽ കേരളം ഇത് എങ്ങോട്ടാ പോണേ കേരളം ഒരു പ്രാന്താലയമാണെന്ന് പറഞ്ഞത് വെറുതെ ഇല്ല എന്ന് വെച്ചാൽ കേരളത്തിന് പോക്ക് അങ്ങനെയാണ് കേട്ടുള്ളത്. ഇനി വരും തലമുറ ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഫോളോ ചെയ്യുന്നോ മനസ്സിലായി. ഇപ്പൊ നമ്മളൊരാൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതായിരിക്കും നമ്മൾ താഴെയുള്ളവർ ഫോളോ ചെയ്യുക. ഇപ്പൊ നമ്മൾ നോർമലി ഇപ്പോൾ പറയുകയാണെങ്കിൽ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അവരത് ഫോളോ ചെയ്യും മനസ്സിലായി. ഇപ്പൊ നമ്മുടെ അച്ഛനമ്മയാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതിന് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ സമപ്രായക്കാരുടെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഏട്ടന്മാരുടെ കൂടെ ആയിരിക്കും. ഏട്ടന്മാർ എങ്ങനെയാണോ ഏട്ടന്മാർ എന്ത് പറയുന്നോ അതായിരിക്കും നമ്മുടെ പിള്ളേർ വിശ്വസിക്കുക. കേട്ടിട്ടുണ്ടല്ലോ. സോ അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി കേട്ടോ. എന്നാലും ഞാൻ വൈകിയുള്ള വീഡിയോ പ്ലേ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയട്ടാ. എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് പറയാൻ കുറേ ഉണ്ട് കേട്ടല്ലേ. ഇനി വരുന്ന തലമുറ എങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു മനസ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഒരു ഉൾക്കൊള്ളാൻ ഒരു ഇതില്ല കേട്ടോ. എന്താ വെച്ചാൽ അവരത് മനസ്സിലാക്കുന്നില്ല. ഒരു ഇതന്നെ ജീവിതം അല്ലെങ്കിൽ ഈ സംഭവം എന്താണ് ചെയ്യുന്നത് അതാ ജീവിതമായിട്ട് നടക്കുന്ന പിള്ളേരാണ്. അങ്ങനത്തെയാണ് ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ വീഡിയോ പ്ലേ ചെയ്തത്. ഹായ് ഗൈസ്, ഈഗിൾ ഹിയർ. സോ ഇങ്ങനെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇത് ഇനിയും ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഇത് അറിയാതെ പോകും. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആയിരിക്കും ഇത് കേട്ടോ. ഞാൻ പലവട്ടം എൻ്റെ ലൈവ് സ്ട്രീമിലെ ഓഡിയൻസിനടുത്ത് ഞാനത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കലി അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് കൂടി എത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഈ ടെലഗ്രാമിന്റെ ഇഷ്യൂസ് ഒക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത് കുറെ പേരെ കമന്റ് സെക്ഷനകത്തും ബാക്കിയുള്ള ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഹക്കീം ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പം ഇവരുടെയൊക്കെ കമന്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ അതോ ഇവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവന്മാർക്ക് കിട്ടേണ്ടതാ ഇതൊക്കെ അവന്മാർക്ക് കിട്ടേണ്ടതാ അവന്മാർക്ക് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. മീൻസ് ഇവന്മാർ ഫോട്ടോ ഇട്ടും ഇത് ഇട്ടും ജീവിക്കുന്നതല്ലേ അവന്മാർക്ക് ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്ന കുറെ പേര് ഇവനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന കുറെ പേരെ കണ്ടായിരുന്നു ഞാൻ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് കുട്ടികൾ കാണണ്ട ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ്. വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരെ. ഇവന്മാർ അതിനകത്ത് എന്തൊക്കെയാ ചെയ്യണേ നിങ്ങൾക്ക് നോക്കാനുള്ള സമയമില്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കരുത്. ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കുറെ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കുറെ പേർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ഈ ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറയുന്നത് പോലെ കുറെ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പക്ഷെ നിങ്ങൾ ഇത് കണ്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിലെ എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്നിവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരാം. ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നതാണ് ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ നമ്പർ വൺ എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാര് വിൽക്കുന്നവന്മാർ. ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും 200 രൂപ കൊടുത്ത 30 വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇതിൽ ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച് ഞാൻ അവന്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ ഇൻബോക്സിൽ ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറയുകയാണെങ്കിൽ അവന്റെ അടുത്ത് അമ്മയുണ്ട്, കോൾ വിളിക്കരുതാണ്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് ഇതാണ്, നിനക്ക് ഈ ടെലഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരുന്നു. ആൻഡ് അടുത്തത് ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്തി. ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ എട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം നമ്പർ 1. ഇതൊക്കെ ബിഗിനർ ലെവലിൽ ഞാൻ പറയത്തുള്ളൂ. ആൻഡ് നമ്മൾ നമ്പർ 2ലേക്ക് പോവാം. നമ്പർ 2
ട്രിബ്യൂട്ട്. ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ് ഇതൊക്കെ. ട്രിബ്യൂട്ട് ഇതെന്താന്ന് പറയാം. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവനൊക്കെ. ജസ്റ്റ് ഇമാജിൻ. ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3 ഗ്രൂപ്പിന്റെ പേര് അമ്മ. ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പോൾ അതൊരു നല്ല ഗ്രൂപ്പ് അല്ല. നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ വീട്ടില് നമ്മള് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അച്ഛൻ, അമ്മ, മോൻ അവരുടെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വെറുതെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ, സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണം. സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി. ആൻഡ് നമ്പർ ഫോർ ഈസ് കാൻഡിഡ്. കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോകുന്നത്, നിങ്ങൾ ബസ്സിൽ ഇരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നത്, ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. അന്നേരം ഓ വാവ് അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയുന്നത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണമെന്ന്. എങ്ങനെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ജീവിതം. ഇവനെയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ടാ, ഇപ്പം ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവനെയൊക്കെ കാണേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ പോലും സേഫ് അല്ല ഈ ടെലഗ്രാം പോലത്തെ സാധനങ്ങൾ എന്ന് പറയുന്നത്. എൻജോയ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരും ഈ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഇവന്മാർ ഇതിനകത്തൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിക്കണം. കാരണം ചില ഉമ്മാരെ ഒന്നും വേണ്ട, എനിക്ക് ഇവരെ ഒന്നും പിടിച്ച് പോലീസിന് കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അമ്മമാരും അച്ഛന്മാരും ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവന്മാരുടെ അടുത്ത് അവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കണം കൊടുക്കുക, അവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുക, മോനെ ഇങ്ങനല്ല ജീവിക്കേണ്ട, ഇതല്ല ജീവിതം. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എക്സ്ട്രീം വൾഗാരിറ്റി ഉള്ള സാധനങ്ങൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണേ. മേ ബി ചിലപ്പോൾ ഈ വീഡിയോ ടേക്ക് ഓവർ ആവും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അക്കൗണ്ടിൽ ഇതൊന്നുമല്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു കോണ്ടന്റ് വേറെ ഗെയിമിംഗ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകിൽ മാത്രമാണ് പറയണമെന്ന് തോന്നി. ആൻഡ് ഞാൻ അവസാനമായിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പും കൂടി കാണിച്ചു തരാം. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മെയിൽഡം റേപ്പ് എംപയർ. ഗേൾസ് ഇസ് ഈക്വൽ ടു സെക്സ് ടോയ് സ്ലാഷ് ലൈവ്സ്. ദിസ് ഈസ് എ ഫാന്റസി വേൾഡ്. പെണ്ണാണിന്റെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു വസ്തുവെ സെക്ഷൽ ഒബ്ജക്ട്. ഇതാണ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ. ഞാൻ പറയുന്നത് വെറുതെ കയറി ഫോൺ കാണുന്ന ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത്. ഇവരെ പോലത്തെ ആൾക്കാർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതിലേക്ക് വന്നു ചേരുന്ന പിള്ളേരുണ്ട്. ഈ പിള്ളേര് ഈ ഒരു കൾച്ചറിലേക്ക് മാറുക. ഇവരെ ഈ കൾച്ചറിലോട്ടും ഇങ്ങനത്തെ തോട്ട്സിലോട്ട് ഇൻജക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പെണ്ണിന് അതാണ്, പെണ്ണ് അതിനു വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് ഇൻജക്ട് ചെയ്ത് വെച്ച് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ. ഇനിയും ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഗൈസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആരും സ്പീക്കപ്പ് ചെയ്യണില്ല, ആരും എന്താ സംസാരിക്കാത്തെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ കുറെ പേർക്ക് അറിയാം, ഇതൊക്കെ കുറെ പേര് കണ്ടിട്ടുള്ളതാണ്. ഇത് ആരും എന്താ ഇതിനെപ്പറ്റി സംസാരിക്കാത്തെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ പോലും വളരെ കുറച്ച് ക്രിയേറ്റേഴ്സ് മാത്രമേ ഇതിനൊക്കെ വേണ്ടി റിയാക്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും സ്വന്തം വീഡിയോയും സ്വന്തം ഫോട്ടോയും വരുമ്പോൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ബ്രോ അവനെ എങ്ങനെ കണ്ടുപിടിച്ച്, ഇവനെ എങ്ങനെ കണ്ടുപിടിച്ച് എന്ന് ചോദിക്കാറുണ്ട്. അതിന് എനിക്കിനി മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. എല്ലാവരും വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അത് നിങ്ങളും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇവന്റെ ഒക്കെ അനിയൻ ഉണ്ടെങ്കിൽ അനിയന്റെ അല്ലെങ്കിൽ ഇതിലാണെന്ന് മാത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെൺകുട്ടികളുണ്ടാവും, ആരും ഒന്നും പറയാൻ പറ്റില്ല ആരൊക്കെ ഉള്ളത്. നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോണല്ലേ, അതുപോലെ തന്നെ പറയണേ. സോ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ അനിയന്റെയോ അല്ലെങ്കിൽ ആരുടെയോ മോനോ മക്കളുടെയോ എല്ലാം ഫോണും ഇതൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ്. പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ശരിയാ. ബട്ട് സ്റ്റിൽ ഈ ചെറിയ കുട്ടികൾ ഇവന്മാർക്കൊക്കെ എന്ത് പ്രൈവസി ഈ പ്രായത്തിൽ വേണ്ടുന്നത്? സോ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളിലേക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുന്നത്. എനിക്കിത് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഇത് ഇനി പറയാതിരിക്കാനല്ല, ഇത് ആരും നാളെ പറയൂലല്ലോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടും ആരും ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും അഡ്രസ് ചെയ്തില്ലെന്ന്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഇൻഫ്ലുവൻസേഴ്സിനും സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനും സിനിമാ നടന്മാരുടെയും മാത്രമല്ല, വീട്ടിലിരിക്കുന്ന നമ്മുടെയൊക്കെ അച്ഛന്റെയും അമ്മയുടെയും വരെ അനിയത്തിയുടെയും വരെ ഫോട്ടോയും ഇതുമെല്ലാം ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുണ്ടെന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. അപ്പൊ അതാണ് ക്ലിയർ. ഈഗിൾ ഗെയിമിംഗ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ മുമ്പ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇവന്മാർ എന്താ സൈക്കോസ് എന്ന് പറഞ്ഞിട്ട്. സീരിയസ്ലി ഞാൻ ഇപ്പോൾ ഈഗിൾ പറഞ്ഞോളൂ, നിങ്ങളിപ്പോ നമ്മുടെ വീഡിയോസ് വലിയൊരു കാണണമെന്ന് അറിയില്ല.
ഇപ്പൊ പിള്ളേർ കാണുകയാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക, മനസ്സിലായി നിങ്ങളുടെ വീട്ടിലുള്ള സേഫ് ആണെന്ന് ഈഗിൾ പറഞ്ഞ പോലെ സേഫ് ആണെന്ന് നോക്കുക. വീട്ടിലുള്ളവർ വീട്ടിലുള്ള പലതരം ഗ്രൂപ്പുകൾ നാട്ടിലുള്ള നാട്ടിലുള്ളവരെ എടുത്തിടാനും മറ്റേ എവിടത്തെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിടാനും കുറെ ടീമുകളുണ്ട്. ഇവരിത് ആസ്വദിക്കണില്ല, മനസ്സിലായില്ലേ? ഇത് മറ്റുള്ളവർ ആരും ആയിക്കോട്ടെ, സ്വന്തം ഇപ്പൊ വീട്ടിലുള്ള അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അവന്മാർക്ക് അത് വിഷയമില്ല. അവന്മാർക്ക് ആ ഒരു ടൈമിലുള്ള ഒരു ആസ്വാദനം അല്ലെങ്കിൽ ആ ഒരു സുഖം അത് കിട്ടിയാൽ മതി. അതാണ് സംഭവം ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആരാണ് അവ ഉണ്ടാക്കുന്നില്ല കേട്ടല്ലേ. അവന്മാർക്കൊന്നും മനസ്സിലാക്കിയാൽ മതി. എടാ നമ്മളെ പറ്റിയിട്ട് അമ്മയും പെങ്ങളുമാരൊക്കെയാണ്, മനസ്സിലായില്ലേ? നമ്മളെ പറ്റിയിട്ട് അമ്മയും നമ്മുടെ കൂടെ പുറപ്പൊക്കെയാണ് ഉള്ളത്. മറ്റുള്ളവരെ അവർ റെസ്പെക്ട് ചെയ്യുക, അതെനിക്ക് പറയുന്നുള്ളൂ കേട്ടല്ലേ, മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളുടെ അനിയനാണെങ്കിൽ ഇനിയിപ്പോ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ കേസായി പോയി കഴിഞ്ഞാൽ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പണിയാണ്. അത് കേസായി പോകുന്നത് വിടി എപ്പോഴും ഞങ്ങൾക്ക് ഇറങ്ങാം. പക്ഷെ നിങ്ങൾ അതൊരു മെന്റലി ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആരെ കണ്ടാലും അങ്ങനെ തോന്നും, ഇല്ല റെസ്പെക്ട് ചെയ്യാൻ തോന്നില്ല. എല്ലാവരും ഏതൊരു മുമ്പണ്ണ കണ്ടാലും ആ ഒരു രീതിക്ക് നിങ്ങളുടെ ഉദ്ദേശിച്ച മൈൻഡ് ആണെങ്കിലും തോട്ടാണെങ്കിലും അങ്ങനെ ആയിരിക്കും പോവാ ഫുള്ള് നോട്ടൊക്കെ, മനസ്സിലായി? അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ സമയത്ത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ വരും, മനസ്സിലായി? നല്ല രീതിക്ക് എന്താ വെച്ചാൽ ഈ തോട്ടൊക്കെ വരുന്നില്ല അതിനുശേഷം നിങ്ങൾക്ക് എന്താ വെച്ചാൽ സമയം കല്യാണം കഴിയും, അതിലുള്ള ഇതൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഇപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങനെ അഡിക്റ്റ് ആവരുത് ഒരിക്കലും, മനസ്സിലായില്ലേ? ഇതൊന്നും നല്ലതല്ല എന്നെനിക്ക് പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ മൈൻഡ് മൊത്തം അങ്ങനെയായിരിക്കും. സോ അതൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് എനിക്കും പറയുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി. ഇപ്പൊ ഈഗിൾ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച് കാണാൻ ചെയ്യുന്നതൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അയ്യോ അത് ഇങ്ങനെയാണല്ലോ നമുക്കേ തോന്നിപ്പോ, മനസ്സിലായില്ലേ? സോ അപ്പൊ എല്ലാവരും അവനവനെ വിചാരിച്ചാൽ നടക്കുള്ളൂ. അവനവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് എനിക്ക് പറയുന്നത് കേട്ടല്ലേ. സോ ഇതൊന്നും നല്ലതല്ല. കാരണം ഇതുപോലുള്ള പല ഗ്രൂപ്പുകളുണ്ട്. സോ ഇതൊക്കെ വേണ്ടില്ല, ഒന്നും വേണ്ട. നിങ്ങൾക്ക് അതിനനുസരിച്ച് പല സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നല്ലതല്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിർത്തുക.